വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് റൊട്ടീനൊക്കെ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ടാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് വലിയ ഇതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ നിങ്ങളങ്ങ് ചെയ്യുക, ചുമ്മാതങ്ങ് ജസ്റ്റ് ഒന്ന് ചെയ്യുക. സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ നമുക്കൊരു ചായ അങ്ങ് പാസ്സാക്കാമെന്ന്. അപ്പം ഇന്നലെ രാത്രിയിൽ ലേറ്റായിട്ടാണ് വന്ന് പുറത്ത് പോയിട്ട്, അപ്പോൾ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചായ അത്യാവശ്യമാണ്. വീട്ടിൽ എനിക്ക് ചായ കുടിക്കണം, ബാക്കിയുള്ളവരാരും അങ്ങനെ ചായ കുടിക്കത്തൊന്നുമില്ല, അവർക്കാർക്കും വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ചായ അങ്ങിട്ട് തുടങ്ങാമെന്ന്. എഴുന്നേറ്റപ്പം തന്നെ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ്, അതെല്ലാം കുളമായി. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് നമുക്ക് ഇന്നങ്ങ് റൊട്ടീനായിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് റൊട്ടീനായിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്തു കൊടുക്കാം. അപ്പം ചായ പാൽപ്പൊടി ഇട്ട് ഞാൻ ചായ വെച്ച്, പാലില്ലായിരുന്നു. അപ്പം ആ ചായ നല്ലതായിട്ട് തിളച്ച് സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതുകൊണ്ട് കുടിക്കാം. ഇപ്പം ചായ കുടിക്കുന്ന ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് ചായ കുടിക്കുക. അടുത്ത ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിക്കുക. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് മോള് വന്ന് സൈഡിൽ നിന്ന് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും അത് ഞാനിങ്ങനെ സൈഡിലോട്ട് നോക്കിയൊക്കെ ചിരിച്ചത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങ് പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ജസ്റ്റ് ചെയ്ത് അങ്ങ് റെഡിയാവും എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്ന്, പിന്നെ ഇപ്പോൾ ആലോചിച്ചത് അടുത്ത് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇടാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇനി പോകാമെന്ന് വിചാരിച്ചു. ഓരോ പണി ഒതുക്കിക്കൊണ്ട് വരണ്ടേ. എഴുന്നേറ്റ് നേരെ മെഷീനിൽ തുണി ഇടാനായിട്ട് മുകളിലാണ് മെഷീനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മുകളിലോട്ട് പോയി തുണി ഇട്ടു. മോള് സൈഡിൽ വന്ന് നിൽക്കുക, ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അത് ചെയ്യ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പിള്ളേരൊക്കെ ആകുമ്പോഴത്തേന് യൂട്യൂബിൽ അതും ഇതുമെല്ലാം കാണുന്നവരല്ലേ. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഇങ്ങനെ പറഞ്ഞൊക്കെ തരുമ്പം ജസ്റ്റ് ഞാൻ സൈഡിൽ കൂടെ വഴക്കും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കേൾക്കണമല്ലോ, നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ തുണി ഇട്ടു, ടൈമർ സെറ്റ് ചെയ്തു, ലിക്വിഡ് ഒഴിച്ചു. അതവിടെ കിടന്ന് ഇനി ഒരു 1.5 ആണെന്ന് തോന്നുന്നത് റെഡിയാകുമ്പോഴത്തേന് ഞാൻ തൂക്കാമെന്ന് വിചാരിച്ചു. ചൂലെടുത്തൊന്ന് തൂത്ത് വാരി തുടയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊന്ന് റെഡിയാകാമെന്ന് വിചാരിച്ചു. തുടച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് കയറാൻ പോവുകയാണേ. അടുക്കളയിൽ നമുക്കിപ്പോൾ ഇന്ന് ദോശയും ചട്നിയും ഓരോ ഓംപ്ലേറ്റും കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 3 പൊടി. അപ്പോൾ രാവിലത്തെ പരിപാടി അത് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച ദോശ ചുട്ട് ഒത്തിരി നെയ്യൊന്നും യൂസ് ചെയ്തില്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഒത്തിരി യൂസ് ചെയ്താൽ പണിയാവും, കാരണം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരുന്നു. പിന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ മുളക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ പച്ചമുളക് ഇട്ടല്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഡ്രൈവ് പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടുന്ന് ഞാൻ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പാക്കറ്റ് കണ്ടപ്പോൾ അതെടുത്തു. അപ്പോൾ രാവിലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു, കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനെ. അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി. പിന്നെ അപ്പോൾ അത് തിരിച്ചിടുക. ഇപ്പോൾ അത് കാണുന്ന നിങ്ങൾ കുറച്ച് ദോശ ഏറെ ചുടണം. ചുട്ടിട്ട് ചൂടോടെ ചുട്ട് വെക്കുക. അപ്പം ആ കഴിക്കേണ്ട സമയത്ത് തന്നെ ചുട്ട് വെക്കുന്നത്. അപ്പം ചൂടോടാകുമ്പോഴേ ഇവിടെ പോകത്തുള്ളൂ, അല്ലെങ്കിൽ അധികം ഒന്നും കഴിക്കത്തില്ല ആരും. സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്നിപ്പം ജസ്റ്റ് 15 or 17 അങ്ങനെയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവുന്നില്ല. ഇപ്പം ഇന്നലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവർ കേൾക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയുന്നവരോട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നെയ്യ് ഒഴിച്ച് നല്ലതായിട്ട് ദോശ മൊരിഞ്ഞ് വരുന്ന ദോശ നല്ല ഇഷ്ടമാണ് മോന് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാനപ്പോഴത്തേനും മൊരിഞ്ഞ് വന്നപ്പോഴത്തേനും എടുത്തപ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ ചട്നി തേങ്ങ ചിരണ്ടി എടുത്ത് ചട്നി അരച്ചു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് വറുത്തെടുക്കണം. പിന്നെ അടുത്ത് ഇനിയും നമുക്ക് അപ്പോഴേ ഞാൻ ഓർത്തത് ഓംപ്ലേറ്റിൻ്റെ ഓംപ്ലേറ്റിൻ്റെ അരിഞ്ഞ് വെച്ചു എല്ലാം റെഡിയാക്കി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇനിയിപ്പോൾ പാനിലോട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പം മോളാണത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മോള് പറഞ്ഞു ഇങ്ങനെ ഉണ്ടോ, ഞാൻ ഇളക്കാം, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇളക്കിക്കോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ചങ്ങ് ചെയ്തിട്ട് ഇപ്പം പാനിലോട്ട് ഒഴിച്ച് ഒന്ന് ഓംലേറ്റ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതും ചൂടോടെ വേണം, ചൂടല്ലാതെ ഒന്നും പറ്റത്തില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ അതും സെറ്റ് ചെയ്തു, മറിച്ചിടാൻ പോവുകയാണ്. മറിച്ചിട്ട് കുറ്റങ്ങളെല്ലാം കാണും എനിക്കറിയാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയണം. പറഞ്ഞ് അറിയത്തില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് റെഡിയാക്കാമല്ലോ. ഞാൻ ഇനിയിപ്പം ഓംലേറ്റിന് കഴിഞ്ഞപ്പം അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഊറ്റാമെന്ന് വിചാരിച്ചു. ഉച്ചത്തേക്കിനുള്ള ചോറും ഇതെല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോഴത്തേക്കിന് ചോറ് ഞാൻ ഊറ്റിയിട്ടിട്ട് അടുത്ത് ജസ്റ്റ് നമുക്ക് 2-3 കൂട്ടം കറി വെക്കാനായിട്ടുണ്ട്. അപ്പം പിന്നെ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കക്കാർച്ചിക്കായിട്ടുള്ള കുറച്ച് കക്കാർച്ചിയുടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാത്രം ഏറെ കഴുകാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ കഴുകി മാറ്റിയായിരുന്നു, അത് എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം എല്ലാം വിട്ടുപോകും ഓരോന്നാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ക്ലിപ്സ് ഓരോന്നായിട്ട് എടുത്ത് വെക്കും. അപ്പോഴാണ് നമ്മൾ ചിലപ്പോഴേ ഓർക്കത്തുള്ളൂ, ഇങ്ങനെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടേ. പിന്നെ പാത്രം കഴുകി, കുറേ പാത്രങ്ങൾ കഴുകേണ്ട, അത് കഴുകി സൈഡിലോട്ട് മാറ്റിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ ഫാമിലിയെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ്, കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണ്, 2 കുട്ടികളും ഹസ്ബൻഡും ഞാനുമാണ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പറയാഞ്ഞത്. എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കുന്നതേ ഉള്ളൂ, എല്ലാം നോക്കിയെല്ലാം ചെയ്യുന്നത്. കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്തത് ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് വീട്ടിലെല്ലാവർക്കും ഫുഡ് കൊടുത്ത് പിന്നെ ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാൻ കുറച്ച് കറികളൊക്കെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ, പിന്നെ മോരും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു, മീൻ കറി, അതുകൊണ്ടെല്ലാം കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് മോർണിംഗ് റുട്ടീനൊക്കെ അത്രയേ ഉള്ളൂ. മോള് വന്ന് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കി ചിരിക്കും. ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കറികളെല്ലാം സൂപ്പറാണ്, അപ്പോൾ മോള് വന്ന് പറയാം കറികളെല്ലാം സൂപ്പറാണ്. അങ്ങനെ അപ്പോൾ മോർണിംഗ് റുട്ടീൻ ഏകദേശം മോർണിംഗ് റുട്ടീനായിട്ട് തന്നെയല്ല, ഉച്ചയ്ക്കത്തെ ഫുഡ് വെച്ചതും എല്ലാം കൂടിയാണ് ആഡ് ചെയ്തതിനകത്ത്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കഴിച്ചിട്ട് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അറിയാവുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് പറയണം. തുടക്കക്കാരി ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കധികം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ട്, നല്ലതായിട്ട് വരാനായിട്ട് നോക്കുന്നു. അറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള കുറേ പേര് ഇപ്പം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ഉള്ളവരിലും എനിക്ക് ആരാന്നൊക്കെ കമൻറ്റിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോ എന്നൊക്കെ ഒന്ന് പറയണം. എങ്ങനെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. നാളെ അടുത്ത വീഡിയോ ഇനി ഇടുമ്പോഴത്തേക്കിന് നാളെ ഞാൻ വോയിസ് ഓവറുമായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ സൂപ്പറായിരുന്നു. ഏതായാലും സ്വന്തമായിട്ട് പറയല്ല, നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.